ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലിനാണ്. ഇന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ട് ട്ടോ. എൻ്റെ ഉമ്മയും ആങ്ങളയൊക്കെ ഉണ്ട്. ഒരു നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡിന്നറാണ് ഉണ്ടാക്കിയത്. പക്ഷേ നമ്മളെ എൻ്റെ നാട്ടിലത്തെ കോഴിക്കോടുള്ള സ്പെഷ്യലാണ്. ഞങ്ങൾക്ക് ഡെയിലി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഉമ്മയാണ് ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കിയത്. അടിപൊളി കറിയുണ്ട് ട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി 2 കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ചധികം ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും 2 കറിക്കും 2 പ്ലേറ്റിലാക്കി വെച്ചതാണ് ട്ടോ. ചെറിയ ഉള്ളിയും പച്ചമുളകും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം തക്കാളി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില വേണം. അതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എടുത്ത് വെച്ചാണ്. പിന്നെ വേണ്ടത് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് വേണം. അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പുളി വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു മീൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെമ്മീനാണ് ട്ടോ. കുറച്ച് വലിയ ടൈപ്പുള്ള ചെമ്മീനാണ് എൻ്റെ കയ്യിലുള്ളത്. ഏത് മീനായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനും അതും കുറച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതാക്കി വെച്ചതാണ്. ഇതിപ്പോൾ ഒരു 1/2 കിലോൻ്റെ മേലെ ഉണ്ടാവും ട്ടോ. ഞാൻ 1 കിലോ ചെമ്മീനാണ് ഇവിടെ ക്ലീൻ ചെയ്തത്. ഇനിയിപ്പോൾ ഇതാ ഒരു വലിയ പാത്രത്തിൽ പത്തിരിക്ക് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെക്കുന്നുണ്ട്. ഞാനെപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് പത്തിരീൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ ഞാൻ പറയലുണ്ട്, ഇത് വെള്ളം ഇങ്ങനെ അളന്നിട്ടല്ല ഞങ്ങൾ ഒഴിക്കല്, ഒരു ഏകദേശം കണക്ക് വെച്ചിട്ടാണെന്നുള്ളത്. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല തിള വന്നു കഴിഞ്ഞാൽ നമ്മളെ പത്തിരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. പത്തിരിപ്പൊടി എന്ന് പറയുന്നത് പച്ചരിപ്പൊടിയാണ് ട്ടോ. വറുത്ത് വരുന്ന പച്ചരിപ്പൊടി. അതാണിത്. അപ്പോൾ ഇത് റെഡിമെയ്ഡ് പാക്കറ്റാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഇടിയപ്പപ്പൊടി, അപ്പപ്പൊടി, അതുപോലെ പത്തിരിപ്പൊടി, നൈസ് പത്തിരിപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് ആമീസിൻ്റെ ഒറോട്ടിപ്പൊടിയല്ല ട്ടോ. ഒറോട്ടിപ്പൊടി എന്ന് പറയുന്നത് പുഴുങ്ങലരിൻ്റെ പൊടിയാണ്. പത്തിരിപ്പൊടി എന്ന് പറയുന്നത് പച്ചരിൻ്റെ പൊടിയാണ്. അപ്പോൾ ഞാനിത് ആ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞങ്ങളൊരു കൈയളവാണ് ഈ വെള്ളവും പൊടിയും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. 1 കപ്പ് പൊടി എടുക്കുകയാണെങ്കിൽ 1½ കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ അളന്ന് ഒഴിച്ചാൽ മതി ട്ടോ. എന്നാൽ കറക്റ്റായിട്ട് കിട്ടും എന്നുള്ളത് ഒരുപാട് വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ അടിയിൽ അറിയുന്ന ആൾക്കാർ കമൻ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് കാണലുണ്ട്. അപ്പോൾ അങ്ങനെ ഇടുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് ഉപകാരമാണ്. കറക്റ്റ് അളവ് കിട്ടുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒന്നിച്ചങ്ങ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വാട്ടിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് വാട്ടിയെടുക്കാൻ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ പൊടി മൊത്തത്തിൽ നനയുന്ന വരെ നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. എന്നാലാണ് പത്തിരി നന്നാവുള്ളൂ. പെട്ടെന്ന് തീ ഓഫ് ചെയ്യരുത്. കംപ്ലീറ്റ് പൊടിയൊക്കെ നനഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ തീ ഓഫാക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നമ്മളെടുത്ത് പൊന്തിച്ചാൽ ഒരു തരി പോലും പൊടി വീഴാൻ പാടില്ല. അതാണ് ഇതിൻ്റെ കണക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് പൊക്കി കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിപ്പോൾ പൊക്കിയാൽ കണ്ടില്ല, എല്ലാം നനഞ്ഞിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ അതാ ഇനിയിപ്പോൾ ഇത് കുഴയ്ക്കുകയാണ്. അപ്പോൾ കുഴയ്ക്കുന്ന ഉമ്മ തന്നെയാണ് കേട്ടോ. നമുക്ക് ചില കാര്യത്തിൽ കുറച്ചൊരു ഷർത്തും ഫർളും എന്ന് പറഞ്ഞ പോലെ ഉമ്മ തന്നെ കുഴക്കണം എന്ന് പറഞ്ഞിട്ട് അത് കുഴയ്ക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ഉമ്മ കറിയാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. കറി എന്ന് പറയുന്നത് പൂളക്കറി കേട്ടോ. പൂള വെച്ചതെന്ന് പറയും. അതൊരു സ്പെഷ്യലാണ്. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചിരുന്നത്. ഉമ്മ ഇപ്പോൾ കുറച്ച് ഞാനിവിടെ ഫ്രോസൺ പൂളാണ് എടുത്തത്. ഒരു പാക്കറ്റ് പൂള എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കുകയാണ് കേട്ടോ. ഒരു 2, 3 വിസിൽ വരുന്നവരെ ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് കുക്കർ മൂടിയിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അത് വേകുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ ഞാൻ പറയലുണ്ടല്ലോ, ഇപ്പോൾ കുറച്ച് നല്ല തണുപ്പാണ്, അതുകൊണ്ടാണ് കട്ട പിടിച്ചത്. അപ്പോൾ വെളിച്ചെണ്ണ ഒരു 2, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മെൽറ്റ് ആവട്ടെ. മെൽറ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചല്ലോ കുറച്ച് അധികം ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെല്ലുള്ളി എടുക്കാം കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. ചെറിയുള്ളി ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ അത് എടുക്കാനുള്ള പ്രയാസം ഉണ്ടെങ്കിൽ വെല്ലുള്ളി തന്നെ എടുത്താലും മതി. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉള്ളി ഒന്ന് വാടുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക. ഇപ്പോൾ ദാ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും അതിൻ്റെ ഒരു പച്ചച്ചോയ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. അപ്പോൾ അളവൊക്കെ ഞാനിവിടെ താഴെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. എത്രയാണ് ഞാൻ എടുത്തതെന്നുള്ളത്. അപ്പോൾ ദാ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ടിട്ട് തക്കാളി ഒന്ന് ഉടയണ വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 2, 3 മിനിറ്റ് ടൈം എടുക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഒന്നവിടെ ചെറിയ തീയിൽ അവിടെ വെച്ചാൽ മതി. 1, 2 മിനിറ്റ് കൊണ്ട് തന്നെ വാടി വന്നോളൂ. ഇപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇനി നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ. ഇപ്പോൾ ദാ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലായാൽ മതി ട്ടോ. ഇങ്ങനെ ഒന്ന് ഉടയാൻ തുടങ്ങിയാൽ നമ്മൾ ഇതിലേക്ക് ഇനി പൊടികളാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1½ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് കൂടുതൽ ഇടാം ട്ടോ. ഇത് തീരെ എരിവുണ്ടാവില്ല. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 3, 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത്, പിന്നെ വേണ്ടത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. അത് അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇത് നമ്മളെ ഉലുവൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ വേണ്ടിയെന്ന് പറഞ്ഞാൽ കുറച്ച് ടൊമാറ്റോ പേസ്റ്റും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ മുളക് ചേർക്കൽ കുറവായതുകൊണ്ട് ഒന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ പേസ്റ്റ് ഇല്ല നിങ്ങൾക്ക് മുളക് കുറവ് മതി എന്നുണ്ടെങ്കിൽ തക്കാളി അരച്ച് ചേർത്താലും മതി ട്ടോ. നന്നായിട്ട് വന്നോളും. ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ആ ഒരു വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കിനി പുളിവെള്ളവും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ദാ വെള്ളം നന്നായിട്ട് ഇതാക്കുന്നുണ്ട്. ഒന്ന് തിളക്കട്ടെ. നമ്മളിതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് പുളിയാണ്. പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. മീൻ കറിയിൽ പുളിവെള്ളം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ചിലർക്ക് നല്ല പുളി വേണമെന്നുണ്ടാവും. ചിലർക്ക് ചെറിയ പുളിയായിരിക്കും ഇഷ്ടം. അതൊക്കെ നോക്കിയിട്ട് എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് പുളി ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. 2-3 മിനിറ്റ് നേരം ഈ പുളി ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വന്നിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് തിളവരട്ടെ. അപ്പോൾ തിളച്ച് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ വലിയ ടൈപ്പ് ചെമ്മീനാണ് എടുക്കുന്നത്. ഏതായാലും കുഴപ്പമില്ല. ഏതെങ്കിലും മീൻ എടുത്താൽ മതി. എന്നിട്ട് മീനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചെമ്മീനായതുകൊണ്ട് തന്നെ 2-3 മിനിറ്റ് മതി. തിളച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ഒന്ന് 2-3 മിനിറ്റ് നേരം തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ട്ടോ. നമ്മളെ കറി ഇവിടെ റെഡിയാവും. ഇതിപ്പം കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു നേരിയ ടൈപ്പ് കറിയാണ് വേണ്ടിയത്. നമ്മൾ പത്തിരിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 2-3 മിനിറ്റ് മാക്സിമം ആണ്. അത്രയും മതി. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ വേറൊരു കറി ഉണ്ടാക്കുന്നുണ്ട്. കാരണം മീൻ മുളകിട്ട കറി എന്ന് പറയുമ്പോൾ ആച്ചിയൊന്നും കൂട്ടൂല. ആച്ചിയും പാസിയും കൂട്ടൂല. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ വേറൊരു കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്കും കുറച്ച് ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത് മൂന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇത് നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. മീനോ ഇറച്ചിയോ ഒന്നും ഇല്ലാണ്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ്. ഇനിയിപ്പോൾ അത് വാടിയതിന് ശേഷം ഞാനിപ്പോൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തക്കാളി ഒന്ന് ഉടയണ വരെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വരുന്ന വരെ കേട്ടോ. 3 മിനിറ്റ് ടൈം എടുക്കും. ഒന്ന് ഉടഞ്ഞ് വന്നോട്ടെ. അപ്പോൾ അതൊന്ന് വെന്ത് വാടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇതാകുമ്പോൾ അവിടെ പരത്താൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഉരുട്ടി വെച്ചിട്ട് പ്രസ്സിലൊന്ന് പരത്തി എടുക്കാൻ വേണ്ടി തുടങ്ങിയാണ്. ഇപ്പോൾ നമ്മളെ കറീൻ്റെ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താണ്. 1/2 ടീസ്പൂണാണ്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അതും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയ മഞ്ഞൾപ്പൊടിയാണ് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ തന്നെ. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നാൽ മതി. ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറിക്കോട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 3/4 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്താണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടെ. എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാലാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. തേങ്ങ നന്നായിട്ട് അരച്ച് വെച്ചതാണിത്. നല്ല പച്ച തേങ്ങ ഒന്നുമില്ല കേട്ടോ. വെറും തേങ്ങ മാത്രം. തേങ്ങ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ ആ മിക്സിയിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എത്ര കറി ലൂസ് വേണമെന്ന് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല അടിപൊളി കറിയാണ്. ഈ ഒരു കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സൂപ്പർ കറിയാണ് കേട്ടോ ഈ ഒരു കറി. പല രീതിയിൽ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കുന്ന വേർഷനാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയാൽ സൂപ്പറാണ്. ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ പൂളക്കറിൻ്റെ ബാക്കി പണി തുടങ്ങി. അപ്പം പൂള നന്നായിട്ട് വെന്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കയ്യിൽ വെച്ചിട്ട്. അപ്പോൾ അതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ പൂളയിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ വെള്ളം ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിവാക്കലാണ് എപ്പോഴും നല്ലത്. കാരണം എല്ലാവർക്കും അറിയാമല്ലോ അതിലൊരു കയ്പ്പ് രസമുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ അത് വെള്ളം ഒഴിവാക്കിയാലാണ് അതിൽ പോവുക. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഫ്രഷ് തേങ്ങ വേറെ ഒന്നുമില്ല കേട്ടോ. പച്ച തേങ്ങ അരച്ച് വെച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങക്കൊന്നും അങ്ങനെ ഒരു കറക്റ്റ് അളവൊന്നുമില്ല. ഒരു ഏകദേശ കണക്ക് പ്രകാരം എടുത്തതാണ്. അപ്പോൾ അത് ആ മിക്സി ഒന്ന് കഴുകി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് വരട്ടെ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മീൻ കറീൻ്റെ മുളകിട്ട കറിയില്ലേ, അതിൽ നിന്ന് കുറച്ച് കറി മാത്രമാണ് ഉമ്മയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു മീൻ കറീൻ്റെ ചാറ് മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടി കേട്ടോ. നല്ല ടേസ്റ്റാണിത്.
ഇറച്ചിക്കറി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത് പല രീതിയിലും ഉണ്ടാവും. പക്ഷേ ഇത് ഈ ഒരു മീൻകറിൻ്റെ ഈ ഒരു ചാറ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്ന നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാം. ഇപ്പം ഉമ്മ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം റെഡിയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഇനി ഒന്ന് വറവിടണം കേട്ടോ. വല്ലാണ്ടങ്ങ് അരച്ച് കളയരുത്. കുറച്ചൊരു കഷ്ണം കഷ്ണമായിട്ട് പൂള അതിലുണ്ടാവണം. ഇനിയിപ്പോൾ അതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് വറവിടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഉറച്ചതായതുകൊണ്ട് സമയം എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മറന്നു പോയതാണ്. അത് ലാസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കേണ്ടി തന്നെയാണ്. പക്ഷേ അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ വറവിടുമല്ലോ. അപ്പോൾ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതാ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് വറവും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി പൂളക്കറി ഇവിടെ റെഡിയായി. ഇത് നമുക്ക് സ്ഥിരമാണ് കേട്ടോ. എല്ലാ ദിവസവും നോമ്പായാലും നോമ്പല്ലെങ്കിലും സാധാരണ ദിവസമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പത്തിരീൻ്റെ കൂടെ. ഞാനെപ്പോഴും കളിയാക്കി പറയല്ലോ നമ്മളെ ദേശീയ ഭക്ഷണമെന്നുള്ള പത്തിരി, മുളകിട്ടത്, അതേപോലെ തന്നെ ഈ ഒരു പൂളൻ്റെ കറി. എൻ്റെ വീട് എവിടെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് പാലാഴി കേട്ടോ. അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ തന്നെയാണ് ഇത്. എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ഇത് തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ പണ്ട് ഇതൊരു മടുപ്പായിരുന്നു. ഇപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കളിക്കലാണ്. ഇപ്പം ഞാൻ അധികം ഉണ്ടാക്കാത്തതിനെ കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇതാ പത്തിരി പരത്തിയത് ഇപ്പോൾ ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പത്തിരിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇല്ല ഉൾപ്പെടുത്താൻ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോ പത്തിരിക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരെ അത് കണ്ടു നോക്കിയാൽ മതി. ഇത് കണ്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ അതാ ഫസ്റ്റത്തെ മറിച്ചിടൽ പെട്ടെന്ന് തന്നെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. വേഗം വേഗം ആവണ സാധനമാണ് ഈ ഒരു പത്തിരി എന്ന് പറയുന്നത് കേട്ടോ. പത്തിരി ഉണ്ടാക്കിയിട്ട് റെഡി ആവാത്തവരൊക്കെ ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർക്ക് അറിയുന്നതാണെങ്കിൽ കൂടി ഒരുപാട് ആൾക്കാർ പറയലുണ്ട് ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവില്ല ശരിയാവില്ല എന്നുള്ള. ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തവരുണ്ടാവും. അപ്പം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ ഇതെല്ലാം പൊള്ളി വന്നിട്ടുണ്ട്. രണ്ടേ രണ്ട് മറിച്ചിട്ടല്ലേ നമുക്ക് ഈ ഒരു പത്തിരിക്കുള്ളൂ കേട്ടോ. നന്നായിട്ട് പൊള്ളി വരും. ഇതിൻ്റെ കുഴയ്ക്കലും ഇതൊക്കെയാണ് ശരിയായി കിട്ടേണ്ടത്. അതുപോലെ തന്നെ പൊടി വാട്ടണതും. വാടുന്നത് ശരിയല്ലെങ്കിൽ പൊള്ളി വരാത്തത് മാത്രമല്ല തിന്നുന്ന സമയത്ത് ടേസ്റ്റിലും വ്യത്യാസം വരും. അപ്പോൾ നമ്മളെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം റെഡി ആയതിന് ശേഷം ഞാനിപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തിന്നാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച ഐറ്റംസ് എന്ന് പറയുന്നത് പത്തിരിയാണ്. പത്തിരി കാണിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ഉണ്ടാക്കുന്ന എല്ലാ പ്രോസസ്സും കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു മീൻ മുളകിട്ട കറിയാണ് ഇന്ന് കാണിച്ചത്. അതുപോലെ തന്നെ നല്ല മീനും ഇറച്ചിയും ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി തേങ്ങ അരച്ച കറിയാണ്. അത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അത് എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ കറിയാണ്. തക്കാളി കറി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റി ഇതിലൊക്കെ നമ്മൾ ഒരുപാട് ടൈപ്പിൽ ഉണ്ടാക്കും. പല ആൾക്കാരും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റ്സ് അറിയിക്കണം കേട്ടോ. എങ്ങനെ ഉണ്ട് എന്നുള്ള അടിപൊളി സാധനമാണത്. അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പൂളക്കറി എന്ന് പറയുന്നത് ഉമ്മൻ്റെ സ്പെഷ്യലാണ്. ഇത് ഞങ്ങൾ അവിടെ സ്ഥിരം ഉണ്ടാവുന്ന സാധനമാണ്. നമുക്ക് കോഴിക്കോടുകാർക്ക് അറിയാൻ പറ്റും. നമ്മളെ ഡെയിലി നാസ്ത അല്ലെങ്കിൽ രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നതാണ് ഈ ഒരു മീൻ മുളകിട്ടതും പത്തിരിയും അതേപോലെ തന്നെ പൂളക്കറി എന്ന് പറയുന്നത്. അത് ഇപ്പം നോമ്പാണെങ്കിൽ കൂടി നോമ്പാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമുക്കിത് നിർബന്ധമാണ്. നോമ്പാണെങ്കിൽ രാത്രി ഉണ്ടാക്കും, നോമ്പല്ല എന്നുണ്ടെങ്കിൽ പകലുണ്ടാക്കും. അത്രേ വ്യത്യാസമുള്ളൂ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അത് ഈ ഒരു പത്തിരി പ്രത്യേകിച്ച് നമുക്ക് കോഴിക്കോട്ടുകാർക്ക് വേറെ ആരും ഉണ്ടാക്കിയാൽ ശരിയാവാറുണ്ട് തോന്നുന്ന ഒരു സാധനം കൂടിയാണ് ഈ ഒരു പത്തിരി എന്ന് പറയുന്നത്. വടകരയൊക്കെ എല്ലാവരും ഉണ്ടാക്കുമെങ്കിൽ കൂടി സ്ഥിരമല്ലെങ്കിലും വല്ലപ്പോഴും പരിപാടികൾക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഉണ്ടാക്കിയാൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് ഈ ഒരു പത്തിരി എന്ന് പറയുന്നത് കേട്ടോ. അത് എന്തോ മനസ്സിൻ്റെ ഒരു ഇതായിരിക്കും. ചിലപ്പോൾ നന്നാകുന്നുണ്ടാവും, നമുക്കത് ഇഷ്ടപ്പെടില്ല എന്നുള്ള ഒരു ഇതായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനൊന്നും മറന്നു പോകണ്ട. അപ്പോൾ അതാ ഞങ്ങൾ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ശരി, ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.